എൻ്റെ പേര് അനീഷ്, നാട് കല്ലുവാതുക്കലാണ്. അപ്പോൾ 2005 എനിക്ക് ഒരു ജോണ്ടിസ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേറൊരു കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അവിടെ ഒരു 15 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. അന്ന് സ്പ്ലീനിൽ ഒരു എൻലാർജ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടെ ഗ്യാസ്ട്രോളജിസ്റ്റ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം എൻഡോസ്കോപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ പിന്നെ ആ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം കണ്ട ഡോക്ടർ ടാബ്ലറ്റ് തന്ന് ഇത് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് അങ്ങനെ നടന്നു. പക്ഷേ 2006 ആയപ്പോഴത്തേക്ക് ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നിട്ട് ഞാൻ അനീമിക്കായി. അപ്പോൾ അതിനുശേഷം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് ആക്ച്വലി ബൈജു ഡോക്ടറാണ് അവിടുത്തെ സർജിക്കൽ ഗ്യാസ്ട്രോയിലുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് ടെസ്റ്റുകളും റിപ്പോർട്ടുകളും സ്കാനും ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് ട്രീറ്റ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒരു കാലം കഴിഞ്ഞു, ഇനി സർജിക്കലായിട്ട് ചെയ്യാനേ പറ്റൂ, അപ്പോൾ സ്പ്ലെയിൻ റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്പ്ലെയിനാക്ടമി ചെയ്തു. 2006 ഫെബ്രുവരി 1 or 2 അത് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊരു മേജർ സർജറി ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വെയിൻ എടുത്ത് ഷണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ സ്പ്ലെയിനോറീനൽ ഷണ്ട് എന്നാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ തുടർന്നത് ഉണ്ടായത് കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ജോണ്ടിസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ആക്ച്വൽ റീസൺ എനിക്ക് തോന്നുന്നു നോൺ സെറോട്ടിക് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വെയിൻസ് ഉള്ളിലുള്ള ഇസോഫിക്കൽ വെരിസസും കാരണങ്ങളൊക്കെ ഉണ്ടായതും അതിനുശേഷം ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായതും അനീമിക്കായതും ഒക്കെ. അപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മാസത്തോളം ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി. പിന്നെ തുടർന്നുള്ള ഫോളോ അപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ മാസം വരെ ഞാൻ ഡോക്ടറുടെ ഫോളോ അപ്പിലാണ്. എല്ലാ തവണയും വർഷത്തിലൊരിക്കൽ എൻഡോസ്കോപ്പിയും സ്കാനും ഒക്കെ ചെയ്ത് റിപ്പോർട്ടുകളും എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്, ഡോക്ടറെ പോയി കാണാറുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെയും. ഒരുവിധം ഹെൽത്തി ആയിട്ട് കാര്യങ്ങളെല്ലാം പോകുന്നു. ഏകദേശം 20 ഇയേഴ്സിനടുത്താവുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട്. ഇപ്പോഴും സാറിൻ്റെ ഫോളോ അപ്പും സാറിൻ്റെ സജഷൻസും കൊണ്ട് ഫുഡും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അനീഷ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേഷ്യൻ്റാണ്. 2006 ഫെബ്രുവരിയിൽ ഒരു ഉച്ച സമയത്ത് എനിക്കൊരു എമർജൻസി കോൾ കിട്ടുന്നു. അതായത് അനീഷിൻ്റെ ഒരസുഖത്തിൻ്റെ ഫലമായി ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചധികം രക്തക്കുഴലുകൾ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്നതിനെ തുടർന്ന് അന്ന് എൻ്റെ ആശുപത്രിയിലുള്ള എൻഡോസ്കോപ്പിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് അത് കരിക്കാൻ നോക്കി. അതിന് ഗ്ലൂ ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത്. ഗ്ലൂ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന് റിസ്ക്കാണ്. ഒരു ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള റിസ്കി പ്രൊസീജിയറാണ്. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ഏകദേശം 13ഓളം കുപ്പി ബ്ലഡ് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായി എനിക്കൊരു എമർജൻസി കോൾ വരികയാണ് ഉണ്ടായത്. അന്ന് എൻ്റെ കരിയറിൻ്റെ ഏകദേശം തുടക്ക ഭാഗമായിരുന്നു. ഞാനൊരു 50 കിലോമീറ്റർ ദൂരെയായിരുന്നു അതിവേഗത്തിൽ ഹോസ്പിറ്റലിലെത്തുകയും അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഓപ്പറേഷനൊന്നുമല്ല, അതിസങ്കീർണമായ ഒരു ഓപ്പറേഷൻ. അതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു ഓപ്പറേഷനാണ്. കാരണം ഇന്ത്യയുടെ ഈ ഭാഗത്ത്, തെക്കൻ ഭാഗത്ത് അങ്ങനെ അത്ര കണ്ടുവരുന്ന ഒരസുഖമല്ലത്. ആ അസുഖത്തിൻ്റെ പേര് നോൺ സിറോട്ടിക് പോർട്ടൽ ഫൈബ്രോസിസ്
എന്ന് പറയും. അതായത് ലിവറിന് സിറോസിസ് ഒന്നുമില്ല എങ്കിൽ തന്നെയും ലിവറിലേക്ക് ഒഴുകുന്ന രക്തക്കൊഴലുകൾക്ക് വീർപ്പമുണ്ടാവുകയും അത് ഒഴുകുന്നതിന് തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ട് നൂറുകണക്കിന് അധിക രക്തക്കൊഴലുകൾ ഉണ്ടാവുകയും ആ തടസ്സം ഉണ്ടായതിനെ തുടർന്ന് അവിടെ ഉണ്ടായ ബ്ലഡ് മറ്റ് രക്തക്കൊഴലുകളിൽ വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത നോൺ സിറോട്ടിക് പോർട്ടൽ ഫൈബ്രോസിസ്. ഇപ്പോൾ ഈ അമിതമായിട്ടുള്ള ഫ്ലോ കാരണം ഈ രക്തക്കൊഴലുകളെല്ലാം സാധാരണ രീതിയിൽ 3-4 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള രക്തക്കൊഴലുകൾ 1-2 സെൻറ്റിമീറ്റർ വലിപ്പത്തിലാവുകയും അത് നിരവധി രക്തക്കൊഴലുകൾ അങ്ങനെ ആവുകയും അത് ചില രക്തക്കൊഴലുകൾ ആമാശയത്തിൻ്റെ ഉത്പത്തിയിലൂടെ കാണുന്നതിന് ഫണ്ടൽ വൈറസസ് എന്നാണ് പറയുന്നത്. അത് കരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തോ ഒരുപക്ഷെ അത് പൊട്ടി തത്സമയം രോഗി മരിക്കാം. അതുകൊണ്ടാണ് പ്രൊഫൈലാറ്റിക്കായിട്ട് ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതാണ് മെഡിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ചെയ്തത്. പക്ഷേ അതിനെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടാവുകയും അത് എത്രയും പെട്ടെന്ന് ആ രക്തസ്രാവം എത്രയും പെട്ടെന്ന് നിർത്തുക മാത്രമല്ല ഇനി അത് ഉണ്ടാവാതിരിക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ രക്തക്കുഴലുകളെല്ലാം വീർത്ത് പിണഞ്ഞു കിടന്ന് അത് കൂടുതലും കേന്ദ്രീഭവിച്ചിരിക്കുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവത്തിന് ചുറ്റുമാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് പ്ലീഹ വളരെയധികം വീർത്തിരിക്കും. സാധാരണ ഒരു 12 സെൻറ്റിമീറ്റർ താഴെ മാത്രം വലിപ്പമുള്ള പ്ലീഹ 25-30 സെൻറ്റിമീറ്റർ വലിപ്പത്തിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പ്ലീഹ നീക്കം ചെയ്യുക, ഈ രക്തക്കുഴലുകളുടെ ഇടയിൽ കിടക്കുന്ന പ്ലീഹ എടുത്ത് നീക്കം ചെയ്യുകയും ആ പ്ലീഹയിലേക്കുള്ള മെയിൻ രക്തക്കുഴൽ അതിൻ്റെ ഒഴുക്ക് മറ്റു വിധത്തിലൂടെ ലിവറിലൂടെ അല്ലാതെ വേറൊരു ഭാഗത്തൂടെ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു ഷണ്ട് പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രോക്സിമൽ സ്പ്ലീനോ റീനൽ ഷണ്ട് എന്നാണ് ഇതിന് പറയുക. അതായത് സ്പ്ലീൻ എടുത്തു മാറ്റി ആ രക്തക്കുഴലിനെ കിഡ്നിയുടെ രക്തക്കുഴലുമായിട്ട് യോജിപ്പിക്കുക. സ്പ്ലീനോ റീനൽ ഷണ്ട്. അപ്പോൾ കിഡ്നിയുടെ രക്തക്കുഴൽ നേരെ ഇൻഫീരിയർ വെന കാവ എന്ന് പറയുന്ന ഒരു വലിയ രക്തക്കുഴലിലോട്ടാണ് പോകുന്നത്. അതങ്ങ് തലച്ചോറിലോട്ട് പോവുകയും ചെയ്യും ഹൃദയം വഴി. അപ്പോൾ ആ ഒരു പ്രക്രിയ നമ്മളുടെ നാട്ടിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു സർജറി അല്ല. എന്നിരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് കണ്ട് എനിക്ക് മുൻകൂട്ടി അതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും ഞാൻ ചെയ്യാൻ ധൈര്യപ്പെടുകയായിരുന്നു ചെയ്തത്. കാരണം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. ഈവൻ ആ സ്പ്ലീൻ്റെ വലിപ്പം കാരണം നെഞ്ചുൾപ്പെടെ തുറക്കേണ്ടി വന്നു ആ സ്പ്ലീൻ റിമൂവ് ചെയ്യാനായിട്ട്. കാരണം അത്രത്തോളം വലിപ്പമുള്ളൊരു പ്ലീഹയായിരുന്നു അത്. ആ രക്തക്കുഴലുകളുടെ ഇടയിൽ നിന്നും വളരെ പ്രയാസപ്പെട്ട് സ്പ്ലീൻ നീക്കം ചെയ്യുകയും ആ സ്പ്ലിനിക് വെയിൻ റീനൽ വെയിനുമായിട്ട് അത് ആ കിഡ്നിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന വെയിനുമായിട്ട് കണക്ട് ചെയ്യുകയും ആ കണക്ഷൻ വഴി ഈ രക്തക്കുഴൽ അപ്പോൾ ഈ കണക്ഷൻ നേരിട്ടാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള രക്തക്കുഴലുള്ള പ്രഷറെല്ലാം കുറയുകയും അതെല്ലാം തവിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യും കാലക്രമേണ. ഏകദേശം 19.5 വർഷമായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും ഫോളോ അപ്പിലാണ്. ഞാൻ റെഗുലറായിട്ട് എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളുമില്ല. അദ്ദേഹം സുഖജീവിതം നയിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യം നൽകിയ ഒരു സർജറി ആയിരുന്നു അത്. സ്പ്ലീനോ റീനൽ ഷണ്ട് നോൺ സിറോട്ടിക് പോർട്ടൽ ഫൈബ്രോസിസിന് വേണ്ടി ചെയ്തതാണ്. താങ്ക് യു.